ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവ്യേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, തൃശ്ശൂർ തളിക്കുളം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ജാതകഫലങ്ങൾ അനുഭവവേദ്യമല്ലാതെ വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം. പല യോഗങ്ങൾ പറഞ്ഞിട്ടും ചില ജാതകത്തിൽ അനുഭവിക്കാതെ വരുന്നു. അപ്പോൾ അവിടെ ജ്യോതിഷപരമായ നിരീക്ഷണത്തിൻ്റെ ചില അപക്വതകൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ജാതകഫലങ്ങൾ എന്തുകൊണ്ട് പലർക്കും ഫലിക്കാതെ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, അഥവാ അനുഭവവേദ്യമല്ലാതെ വരുന്നു, ഇതിന് അനവധി കാരണങ്ങൾ പറയാൻ കഴിയുമെങ്കിലും പ്രധാന കാര്യങ്ങൾ ഊന്നിപ്പറയാൻ ശ്രമിക്കുകയാണ് ഇവിടെ. യാതൊരു ഗ്രഹമായാലും ശരി, ഗ്രഹങ്ങൾ നിന്ന നക്ഷത്രങ്ങൾക്ക് അനുസരിച്ച് ജാതക ഫലങ്ങൾ നിർണയം ചെയ്യാൻ കഴിയൂ. നക്ഷത്രങ്ങൾ അതിപ്രാധാന്യമുണ്ട്. ജ്യോതിഷഫല പ്രവചനത്തിൽ ഒരു ഗ്രഹം ശുഭസ്ഥാനാധിപതിയായാലും യോഗാധിപതിയായാലും സൽഫലങ്ങൾ തരേണ്ട സമയത്ത് സൽഫലങ്ങൾ തരാതെ ദോഷങ്ങൾ നൽകുന്നു. അതെന്തുകൊണ്ടാണ്? ഒരു ഗ്രഹം താൻ നിന്ന നക്ഷത്രത്തിൽ അനുസരിച്ച് ഫലങ്ങളെ പ്രദാനം ചെയ്യൂ. ജാതകഫലങ്ങൾ എല്ലാം തന്നെ ഗ്രഹങ്ങൾ നിന്ന നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നിർണയം ചെയ്യാൻ. ഗ്രഹങ്ങൾ നിന്ന നക്ഷത്രത്തിന്റെ സ്ഥിതി മനസ്സിലാക്കാതെ ആധിപത്യവും കാരകഫലങ്ങളും യോഗഫലങ്ങളും ദൃഷ്ടിഫലങ്ങളും അംശസ്ഥിതിയും വർഗഫലങ്ങളും വെച്ച് ഫലങ്ങളെ പറയുന്നത് യഥാർത്ഥത്തിൽ ശാസ്ത്രവിധിയാണെങ്കിലും കൂടി വളരെ സൂക്ഷ്മമായ ഫലങ്ങളെ കണ്ടറിയാൻ കഴിയാതെ പോകുന്നത് വിചിത്രകരമായി തോന്നാം, ഇല്ലേ? അങ്ങനെ ഫലം പറയുകയാണെങ്കിൽ പലപ്പോഴും ആ ഫലങ്ങൾ ശരിയായിക്കൊള്ളണമെന്നില്ല. ഗ്രഹങ്ങളുടെ എല്ലാ സഞ്ചാരങ്ങളും പ്രവൃത്തികളും നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. ഏറ്റവും പ്രധാനം ഗ്രഹങ്ങൾ നിന്ന നക്ഷത്രങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളെയും നക്ഷത്രാധിപതികളെയും പ്രധാനമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗ്രഹങ്ങൾ എപ്രകാരം ബലം ഉള്ളതായിരുന്നാലും നക്ഷത്ര രീതിയിൽ ബലഹീനപ്പെട്ടു പോയാൽ ബലമുള്ള ഗ്രഹത്തിന്റെ ഫലം പ്രയോജനമില്ലാതെ പോകുന്നു. അതായത് ഗ്രഹങ്ങൾ നിന്ന നക്ഷത്രത്തിന്റെ വൈരുദ്ധ്യ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഭാവാധിപതികൾ നിന്നാൽ ആ ഫലം പൂർണ്ണമായി അനുഭവിക്കില്ല എന്നർത്ഥം. അതായത് ലഗ്നം 4, 5, 9, 10, 11 എന്നീ ശുഭസ്ഥാനാധിപത്യമുള്ള ഒരു ഗ്രഹം 3, 6, 8, 12 ഭാവാധിപതികളിൽ നക്ഷത്രത്തിൽ നിന്നാൽ ബാധിപ്പായ ഫലങ്ങൾ ഇല്ലാതിരിക്കില്ല. അതുപോലെ 2, 6, 7, 8, 12 ഈ ഭാവാധിപതികൾ 3, 6, 8 ഭാവാധിപതികളിൽ നക്ഷത്രങ്ങളിൽ നിന്നാൽ ബാധിപ്പായ ഫലങ്ങളെ നടക്കൂ. യോഗത്തന്മയിൽ ഇരുന്നാലും കൂടി ശോഭിക്കില്ല. അതുപോലെ ലഗ്നം 4, 5, 9, 10, 11 ഭാവാധിപതികൾ ജന്മനക്ഷത്രത്തിൽ നിന്ന് 2, 4, 6, 8 ആയി വരുന്ന നക്ഷത്രങ്ങളിൽ ഇരുന്ന് ആ നക്ഷത്രാധിപതികൾ ജാതകവശാൽ യോഗാധിപതികൾ കൂടിയായിരുന്നാൽ വളരെ വിശേഷപ്പെട്ട ഫലങ്ങൾ, നല്ല ഫലങ്ങൾ അനുഭവിക്കും. സൽഫലങ്ങൾ ജാതകന് തന്ന് ജീവിതം ശോഭിപ്പിക്കാതിരിക്കില്ല. ലഗ്നാധിപതി 3, 6, 8, 12 ഭാവാധിപതികളിൽ നക്ഷത്രങ്ങളിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നാൽ ലഗ്നാധിപതിയുടെ ദശ അപഹാരങ്ങളിൽ ഫലം തരില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ
പ്രയോജനമുണ്ടാകില്ല ആ ദശാകാലം എന്നർത്ഥം. അടുത്ത് രണ്ടാം ഭാവാധിപതി 4, 7, 9 ലഗ്നാധിപതികളിൽ നക്ഷത്രത്തെ ഇരിക്കാൻ പാടില്ല. രണ്ടാം ഭാവാധിപതി ഫലം തരില്ല എന്നർത്ഥം. ഇതുപോലെ പല വിധികളും കണ്ടറിഞ്ഞ് ഫലം നിർണയിക്കുമ്പോൾ ഈ ശാസ്ത്രം അനുഭവവേദ്യമായി തീരുന്നു. ഇവിടെ നക്ഷത്രാധിപതികൾ എന്ന് പറഞ്ഞ KP സിസ്റ്റം ആണെങ്കിലും കൂടി അതോടുകൂടി വൈരുദ്ധ്യ നക്ഷത്ര പഠനം കൂടി ചേർന്ന് വരുമ്പോൾ തുല്യമായ ഫലങ്ങൾ നിർണയം ചെയ്യാൻ കഴിയുന്നു നമുക്ക്. ഉദാഹരണമായി തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച ഒരു പുരുഷജാതത്തെ നമുക്ക് വിലയിരുത്താം. 27/12/1986 ജനന സമയം രാവിലെ 7:30 AM ജനിച്ച ഈ ജാതകത്തെ നിരീക്ഷിക്കുമ്പോൾ ലഗ്നം ധനു രാശി, 7ാം ഭാവാധിപൻ ബുധൻ ലഗ്നത്തിൽ, സൂര്യൻ ലഗ്നത്തിൽ, വ്യാഴം 3ാം ഭാവത്തിൽ. ഈ ജാതകന് 37 വയസ്സും 5 മാസവും കഴിഞ്ഞിട്ടും വിവാഹമായിട്ടില്ല. അപ്പോൾ ജാതകത്തിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ 7ാം ഭാവാധിപന്റെ മൗഢ്യം, പിന്നെ ഈ ജാതകം കാളസർപ്പദോഷ ജാതകമായിട്ട് വിലയിരുത്തും. പക്ഷേ ഇതുകൊണ്ട് മാത്രമായില്ല ഈ ജാതകന്റെ വിവാഹത്തിന്റെ തടസ്സം നിർണയിക്കാൻ. 7ാം ഭാവാധിപൻ മൗഢ്യമുണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ 7ാം ഭാവാധിപൻ 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ലഗ്നാധിപതിയായ വ്യാഴം 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ലഗ്നാധിപതി ഏതു ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ആ ഭാവങ്ങൾ വൃദ്ധിയാകും, അല്ലെങ്കിൽ ഏത് ഭാവത്തിൽ ഇരിക്കുന്നു ആ ഭാവങ്ങൾ വൃദ്ധിയാകും എന്നാണല്ലോ പറയാറ്. അതുപോലെ യോയോ ഭാവസ്വാമി ദൃഷ്ടോ യുധോവ സൗമ്യവ തസ്യാഭിവൃദ്ധി. ഏതൊരു ഭാവാധിപനും തന്റെ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്താൽ ആ ഭാവങ്ങൾ വൃദ്ധിയാകും എന്ന് പറയും. ഇവിടെ 7ാം ഭാവാധിപതിയായ ബുധൻ ലഗ്നത്തിലിരുന്നിട്ട് 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്തിട്ടും ഈ ജാതകന് വിവാഹമാകുന്നില്ല. കാലസർപ്പദോഷം ഒന്ന് ഉണ്ട് എങ്കിൽ കൂടിയും പ്രധാനമായിട്ട് ഇത് നക്ഷത്രരീതിയിൽ ചിന്തിക്കുമ്പോൾ ചന്ദ്രൻ ജ്യോതി നക്ഷത്രത്തിൽ നിന്നപ്പോൾ അതിൻ്റെ വൈരുദ്ധ്യ നക്ഷത്രമായ മൂലം നക്ഷത്രത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു എന്നതാണ് ഇതിൽ പ്രധാന കാരണം. ബുധൻ 7ാം ഭാവാധിപൻ. അപ്പൊ ചന്ദ്രന്റെയോ ലഗ്നാധിപന്റെയോ വൈരുദ്ധ്യ നക്ഷത്രത്തിൽ ഏത് ഭാവാധിപതിയിൽ നിന്നാലും ആ ഭാവനങ്ങൾ ജാതകൻ അനുഭവിക്കില്ല എന്നുള്ള വൈരുദ്ധ്യ നക്ഷത്ര രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ജാതകന് വിവാഹമാവാത്തതിൻ്റെ പ്രധാന കാരണം ഈ ഗ്രഹസ്ഥിതികൾ ആണെന്ന് മനസ്സിലാകും. നക്ഷത്രസ്ഥിതി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോ ജാതകങ്ങളിലും ഇങ്ങനെ നക്ഷത്രസ്ഥിതികൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ജാതകഫല നിർണയം നടത്താൻ. അല്ലാതെ ഭാവഫലങ്ങളോ അല്ലെങ്കിൽ ഗ്രഹഫലങ്ങളോ മാത്രം ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു ഗ്രഹത്തിൻ്റെ ഫലം അനുഭവിക്കുമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ നിങ്ങളുടെ ജാതകങ്ങളെല്ലാം നല്ല ജ്യോതിഷികൾ നിരീക്ഷിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും ദുരിതങ്ങളെല്ലാം മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നന്ദി, നമസ്തേ.